കോംപ്ലക്സ് നമ്പറിനകത്ത് നമുക്ക് എന്താണ് നമ്മൾ കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിയൽ പാർട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയാം നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ. എന്താ മക്കളെ? ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ ആണ്. എന്താണ് ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ? നമുക്കറിയാം ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. നമുക്ക് വാല്യൂ അറിയാം. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പം ഐ റേസ് ടു 200 ആണെന്ന് വെച്ചോ. ഇതിനെ നമുക്ക് ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ ഇത് പ്രോഡക്റ്റ് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അറിയാവുന്നതാണ് ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ? അത് നമുക്ക് 2 ഫോർമുലയുണ്ട്. ഒരു ഫോർമുല വെച്ച് പഠിക്കാം. അത് വെച്ച് നമുക്ക് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഐ റേസ് ടു 2n-നകത്ത് 1 ഇഫ് n ഈസ് ഈവൺ. n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ ഈ ഐ റേസ് ടു 2n-നകത്ത് ആൻസർ 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇനി -1 ഇഫ് n ഈസ് ഓഡ് നമ്പർ ആണെങ്കിൽ, -1 ഇഫ് n ഈസ് ഓഡ് നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിനകത്ത് ഐ റേസ് ടു 2n-ൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ പവർ ഓഫ് ഐ എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഇപ്പം ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് ഐ റേസ് ടു 400 ആണെന്ന് വെച്ചോ. ഈ 400-നെ നമ്മൾ ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 200 പ്രാവശ്യം എഴുതാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? ഐ റേസ് ടു 2 ഇൻറ്റു 400-ൻ്റെ നേരെ പകുതി എടുക്കണം. 2-നെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഹാഫാണ്. അപ്പോൾ 400-ൻ്റെ പകുതി എത്രയാണ് വെച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വരും. എന്നിട്ട് നോക്കണം ഈ 200 ഈവൺ ആണ് ഓഡാണ് നോക്കണം. അത് ഈവൺ നമ്പർ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഐ റേസ് ടു 500 ആണെന്ന് വെച്ചോ. ഐ റേസ് ടു 500-നെ ഐ ഇൻറ്റു 2 ഇൻറ്റു 250 എന്ന് എഴുതാം. 250 എന്ന് എഴുതാം. 250 ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പർ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഐ റേസ് ടു 54 ആണെന്ന് വെച്ചോ. ഐ റേസ് ടു 54-നെ ഐ ഇൻറ്റു 2 ഇൻറ്റു 27 എന്ന് എഴുതാം. 54-ൻ്റെ പകുതി കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ 27 ഓഡാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ അത് ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഐ റേസ് ടു 3000 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ഐ ഇൻറ്റു 2 ഇൻറ്റു 1500 എന്ന് എഴുതാം. ഈ 1500 എന്ന് പറയുന്നത് ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ ഏത് നമ്പറിനെ ഇതുപോലെ എഴുതാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഐ റേസ് ടു 100 ആണെന്ന് വെച്ചാൽ അതിനെങ്ങനെ എഴുതാം? ഐ റേസ് ടു 2 ഇൻറ്റു 50 എന്ന് എഴുതാം. 50 എന്ന് എഴുതാം. ഈ 50 ഓഡാണോ ഈവൺ ആണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഐ റേസ് ടു 272 ആണെന്ന് വെച്ചു. ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 272 എന്ന് പറഞ്ഞാൽ ഐ റേസ് ടു 2 ഇൻറ്റു 272-നെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അടിച്ച് പകുതി എടുത്തു. അതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ ഇവിടെ 1 വരും. ദെൻ 7-നകത്ത് 3 വരും. അപ്പോൾ റിമൈൻഡർ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ 12 വരും. 136 വരും. 136 വരും. ഈ 136 എന്ന് പറഞ്ഞാൽ ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ തന്നെ നമുക്ക് 1 വരും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കുക. 7-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ റേസ് ടു 322 ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ റേസ് ടു 2 ഇൻറ്റു 322-ൻ്റെ പകുതി. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ 1 വരും. 12 6 വരും. 1 വരും. 161 വരും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈ 161 ഓഡാണോ ഈവൺ നമ്പറാണോ മക്കളെ? ഓഡ് നമ്പർ അല്ലേ? അതിൻ്റെ ആൻസർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. ദെൻ 8-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഐ റേസ് ടു ദെൻ ഇച്ചിരി വലിയ നമ്പറാണ് 5000 ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഐ റേസ് ടു 2 ഇൻറ്റു 2500 എന്ന് എഴുതാം. ഈ 2500 ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇതുപോലെ എത്ര ഹയർ നമ്പർ വന്നാലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കാം. 9-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഐ റേസ് ടു 1000. ദെൻ 10th ക്വസ്റ്റ്യൻ ഐ റേസ് ടു 510. ദെൻ 11th ക്വസ്റ്റ്യൻ ഐ റേസ് ടു 600. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ.